ഹായ്, ഞാൻ വർക്ക് സ്പേസിൽ എത്തിട്ടോ. ഇന്ന് DTDCൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്തോ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലപ്പോഴേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് മുന്നേ റെഡി ആവുകയാണെങ്കിൽ പറയാറുണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇന്ന് വേറൊരു പണിയും ചെയ്യാണ്ട് കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാണിച്ചിട്ട് ചുമരിൻ്റെ ഈ ചുമര് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. കുറേ ദിവസം വിചാരിക്കുന്നത് ഇതൊന്നും റെഡി ആക്കണം. പിന്നെ വെച്ചാൽ മഴേൻ്റെ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റില്ല. മഴ പെയ്തിട്ട് വെള്ളം വരുന്നുണ്ടെന്നാണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇപ്പം നല്ല മഴ പെയ്തപ്പോൾ അങ്ങനെ വെള്ളമൊന്നും വന്നില്ല. അപ്പം അതൊന്നും പെയിൻറ്റ് മാറ്റാതിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് എന്താ പറയുക തട്ടുമ്പോൾ തന്നെ അതിങ്ങോട്ട് പൊളിയുന്നുണ്ട് ഈ ഒരു ഇത്. അപ്പം അതൊന്നും മാറ്റാതിരിച്ച് ഈ ഒരു സാധനം ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. കാരണം ടൈൽസിൻ്റെ അവിടെ ചെറിയൊരു ഇത് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള അപ്പം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതായി നിൽക്കുകയാണ്. തൊടുമ്പോഴത്തേനുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം പെയിൻ്റ് ഒന്ന് മാറ്റി വാങ്ങാം. മാറ്റി വാങ്ങാനല്ല, പുതിയൊരു പെയിൻറ്റ് വാങ്ങാം. ഞങ്ങൾ പെയിൻറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇവിടെ അടുത്തുള്ളൊരു പെയിൻറ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് അവിടുന്ന് ആ കളറൊന്ന് നോക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ അവിടെ കുറേ കളേഴ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി ഏതാ മാച്ച് ചെയ്ത് നോക്കി അങ്ങനെ ആ സ്റ്റീൽ ഗ്രേ കിട്ടി. പിന്നെ ഒരു വൈറ്റ് പെയിൻറ്റും ആണ് കേട്ടോ. രണ്ടും ഓരോ ലിറ്റർ ആയിട്ട് വാങ്ങി. അടിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പക്ഷേ അവള് അലപ്പിന് ഒരു കോട്ട അടിച്ചു കഴിഞ്ഞു. ഒന്നും പറയാനില്ല. ഇതിലില്ലേ കറക്റ്റ് എന്തൊക്കെ റേഷ്യോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ChatGPT നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ റേഷ്യോ പറഞ്ഞെന്ന്. പിന്നെ ഞാൻ എന്താ എനിക്ക് തോന്നിയൊരു റേഷ്യോയിൽ അങ്ങോട്ട് എടുത്ത് ഇത് അത്രയും ഭാഗം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി എടുക്കട്ടെ. മിക്സ് ചെയ്ത വീഡിയോ ഞാൻ അവളോട് പറഞ്ഞു എടുക്കാട്ടെ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യണം. ഞാൻ എത്ര നേരം എഡിറ്റ് ചെയ്യും. സ്പേസിലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അടിച്ചോട്ടെ പറഞ്ഞു. അപ്പോൾ അത് അടുത്ത കുട്ടി അടിക്കാം. അല്ല കുറച്ചുകൂടി വെച്ചിട്ടോ. അപ്പോൾ ആ റൂമിൻ്റെ ആ സൈഡ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാവും. ഇതിങ്ങനെ വെള്ളം ഒഴിക്കുക കഴിഞ്ഞ് കുറച്ച് പെയിൻ്റ് എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു സുമാർ അങ്ങനെ തോന്നില്ല. നമ്മളിപ്പല്ലേ ഇതിപ്പോ ഓരോ മിക്സ് ഓരോ റേഷ്യോ ആയാലും കളറിൽ വ്യത്യാസം വരുമോ? വരില്ലായിരിക്കും അല്ലേ? അതിപ്പോ കട്ട് ചെയ്തല്ലോ. ഒന്നും ഉണ്ടായി കാട്ടെ മതിന്നറിയാം. അപ്പോൾ അതവിടെ പെയിൻ്റ് അടിക്കുക ഫുള്ള് കഴിയാനായിട്ടോ. ഫോൺ സ്പേസിൽ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ട് അവിടെയൊക്കെ കുറച്ച് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിട്ടോ. ഈ കാണുന്ന പാച്ചസ് പോലുള്ള എന്താ വെച്ചാൽ അവിടെ അങ്ങനെ ചെറിയൊരു വൈറ്റ് കളർ പോലെ തോന്നി. അപ്പോൾ അവിടെ ജസ്റ്റ് രണ്ടാമത് അടിച്ചതാണ്. അത് ഉണങ്ങി കഴിയുമ്പോൾ രണ്ടും ഒരേ കളറാവും. ഇപ്പോൾ രണ്ടും വെവ്വേറായി തോന്നിയാണ്. ഇതൊക്കെ പിന്നെ ചുമരുന്ന് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ അടർന്ന് ഇങ്ങനെ വരില്ല, അങ്ങനത്തെ കേട്ടോ. അതായത് വെള്ളം ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ അടർന്ന് വരുന്നതാണ്. അതാണ് ആ താഴെ കാണുന്ന ഫുള്ള്. പിന്നെ ഈ എഡ്ജൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതന്നെ വേണം, ബ്രഷ് തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ റോളറിനെ കൊണ്ട് എഡ്ജ് അങ്ങോട്ട് ഫിനിഷിങ് കിട്ടൂല. ഇവിടെയുള്ള എഡ്ജ് ഉണ്ടോ അത് പിന്നെ ലാസ്റ്റ് പെയിൻറ്റിനെ കൊണ്ട് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഇവിടെ പെയിൻറ്റ് അടിച്ചപ്പോൾ എന്താ പറയുക, ഈ ചുമര അത്യാവശ്യം ക്ലിയർ ആയിട്ടോ. അവിടെ ചെറിയ പാടുകളൊക്കെ കാണുന്നുണ്ടോ? അതെന്താ വെച്ചാൽ അത് നല്ലപോലെ നമ്മൾ എന്താ ഉറച്ച് പോക്കുക പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അടുത്ത് തന്നെ കാണാൻ പറ്റും. ഉറച്ച് പോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വെച്ചാൽ നമ്മളിവിടെ ചിലപ്പോൾ ഇവിടെ ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്യും. ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് വൃത്തിയിൽ കിടന്നോട്ടേ വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എന്താ വെള്ളം നല്ലോണം വന്നതിൻ്റെ അടയാവുന്നതിന്. അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കിയുണ്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ക്ലിയർ ചെയ്യണം. ഇത്രയും ഭാഗത്ത് ഇനിയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇതങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതാട്ടോ. അപ്പോൾ പോകുന്നത് ചുരണ്ടി ഇങ്ങോട്ട് എടുത്ത് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇതാ ഈ സൈഡിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ക് ഉണ്ട്. ഇവിടെ കാണുന്നത് ഇങ്ക് കേട്ടോ. വെച്ചാൽ പ്രിന്റർ പണ്ട് ഇവിടെ വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇങ്കാണ്. ആ ഇങ്ക് എന്താ വെച്ചാൽ ഇത് പെയിന്റ് അടിച്ചിട്ട് ആ ഇങ്ക് പോകുന്നില്ല. പോയിട്ട് ഞാൻ കവറപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് പെയിന്റ് ഉണക്കിയപ്പോൾ പിന്നെ ഇത് അങ്ങനെ കാണുന്നു. ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ ഇതാ ഇവിടെ കുറച്ച് ഇങ്ങനെ പെയിന്റ് ആയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചുരണ്ടി എടുത്ത് ക്ലീൻ ആക്കി കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ താഴേക്കൊന്ന് ജസ്റ്റ് അടിച്ച് കയറിയിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. അല്ല പൊടിയൊക്കെ തട്ടി. കാരണം കുറച്ച് മറ്റേ പെയിൻറ്റിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. സംഭവം ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രിൻ്റർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉള്ള ഇവിടെ വെച്ച് ഒന്ന് മൂടിയിട്ടിട്ട് പോലും ഇല്ലേ കേട്ടോ. ഇതാകെ ഒന്ന് ജസ്റ്റ് തട്ടി ക്ലീൻ ചെയ്ത് കുറേ പെയിൻറ്റിൻ്റെ പൊടികളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്.
ഇവിടെയൊക്കെ പൊടി ഉണ്ടേനു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടി പിന്നെ പ്രിൻ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ. പിന്നെ ഇവിടെ കുറച്ച് പെയിൻറ്റ് ഇളകി കിടക്കുന്നുണ്ടാവും, അതിപ്പോൾ നോക്കി അടിയിലൊക്കെ ക്ലീൻ ചെയ്ത്. ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം. നാളെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം നാളെ 6 മണിക്കാണ്.